ആപ്കി അദാലത്തിൽ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം രാഷ്ട്രീയത്തിനു വേണ്ടി മതം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ശിവരാജ് സാർ, താങ്കൾ കുട്ടിക്കാലം മുതലേ മതത്തിൽ വളരെ താല്പര്യമുള്ള വ്യക്തിയാണ്. ദൈവഭക്തി കുറച്ച് കൂടുതലാണ്. ഒരു സന്യാസിയാകണമെന്ന് താങ്കൾ ആഗ്രഹിച്ചതായിട്ടാണ് ഞാൻ കേട്ടത്. എന്റെ ഗ്രാമം നർമ്മദാ നദിയുടെ തീരത്താണ്. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. കുട്ടിക്കാലം മുതലേ ഞാൻ സന്യാസികളുമായിട്ട് ഇടപഴകാറുണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് ഞാൻ വളർന്നത് തന്നെ. അവരുടെ കൂടെ ഇടപഴകുമ്പോൾ എൻ്റെ മനസ്സിനകത്തും ധ്രുവൻ പിന്നെ പ്രഹ്ലാദനെയൊക്കെ പോലെ ദൈവത്തിൻ്റെ മടിയിൽ പോയി ശരണം പ്രാപിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനുവേണ്ടി എത്രയോ തവണ ശ്രമിച്ചിട്ടുമുണ്ട്. നർമ്മദയുടെ കരയിൽ ഇരുന്നു കൊണ്ട് ദൈവഭക്തിയോടുകൂടി ഞാൻ ധ്യാനം ഇരുന്നിട്ടുണ്ട്. അവരെയൊക്കെ നമസ്കരിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അവരിൽ ശരണം പ്രാപിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ആത്മീയമോ മതപരമോ ആയതല്ല, എൻ്റെ സാംസ്കാരികപരമായിട്ടുള്ള ഒന്നാണെന്ന് ഞാൻ പറയും. പിന്നീട് ഞാൻ എത്ര തവണ ശ്രമിച്ചിട്ടും ആ ദിശയിൽ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. കുട്ടിക്കാലം മുതലേ ഞാൻ ഭഗവത്ഗീത വായിക്കാറുണ്ടായിരുന്നു. ആ അറിവ് കാരണമാണ് എനിക്ക് ആ വഴിയിൽ പോകണമെന്ന് തോന്നിയത്. ഈ ജീവിതം നമ്മുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയുള്ളത് മാത്രമല്ല, മനുഷ്യജീവിതം വിജയകരമായിരിക്കണം, അത്ഭുതകരമായിരിക്കണം. പിന്നെ ആ സമയത്താണ് സ്വാമി വിവേകാനന്ദൻ്റെ ഒരു പുസ്തകം എനിക്ക് കിട്ടിയത്. അന്ന് ഞാൻ കുട്ടിയായിരുന്നു, 6ാം ക്ലാസ് വിദ്യാർത്ഥി. അതിനകത്തുണ്ടായിരുന്ന ചില വരികൾ ഇന്നും എനിക്ക് ഊർജം പകരുന്നുണ്ട്. അത് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വാമിജി പറഞ്ഞത് എന്താണെന്നാൽ, നിങ്ങൾ വെറും കൈയും കാലും അസ്ഥിക്കുടവുമുള്ള പാവകളല്ല, നിങ്ങൾ ഭഗവാന്റെ ഒരു അംശമാണ്, അമൃതപുത്രന്മാർ. നിങ്ങൾ ആ മഹാസ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. അത് മാത്രമല്ല, നിങ്ങൾ അളവറ്റ ശക്തിയുള്ളവരുമാണ്. ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യം പോലും ഇല്ല എന്നതും ഞാൻ അതിലൂടെ മനസ്സിലാക്കി. ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചു, ജീവിതം അർത്ഥപൂർണമായ ഒന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ട്. മറ്റൊരു കാര്യവും ഞാൻ അറിഞ്ഞു. അതായത് താങ്കൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു നേതാവാകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ മുത്തശ്ശൻ താങ്കളെ ശരിക്കും തല്ലിയെന്നും കേട്ടു. നിങ്ങൾ കേട്ട കാര്യങ്ങൾ സത്യം തന്നെയാണ്. പിന്നെ ഈ വിവരങ്ങളൊക്കെ വളരെ ആഴമുള്ളതാണ് സർ. ആക്ച്വലി എൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ആ ഒരു ആഗ്രഹം വന്നപ്പോൾ എൻ്റെ വീട്ടിൽ അധ്വാനിക്കുന്ന ഒരു ചേട്ടനും പിന്നെ ഒരു അനിയത്തിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ കുട്ടികൾ പോലും അധ്വാനിക്കുമായിരുന്നു. ഒരു 50 വർഷം മുന്നേയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ വളരെ കഠിനമായിട്ട് അധ്വാനിക്കും. പക്ഷെ അതിന് പകരമായിട്ട് അവർക്ക് കാശ് കൊടുക്കുകയില്ല. പകരം ഒരു പാത്രത്തിൽ ധാന്യങ്ങൾ അവർക്ക് അളന്നു കൊടുക്കുമായിരുന്നു. ഒരു പാത്രത്തിന്റെ കാൽഭാഗമൊക്കെ അളന്നു കൊടുക്കുമായിരുന്നു. ആ സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നവർക്ക് അത് വളരെ കുറഞ്ഞ കൂലിയാണെന്ന് എനിക്ക് തോന്നി. എന്റെ ഗ്രാമത്തിലെ തൊഴിലാളികളെ ഞാൻ അവിടുത്തെ ക്ഷേത്രത്തിൽ ഒന്നിച്ച് വിളിച്ചു ചേർത്തു. ഞാൻ ചെറിയ കുട്ടിയായിരുന്നതുകൊണ്ട് എല്ലാവരും ഒന്നും വന്നില്ല, കുറച്ചുപേർ മാത്രമേ വന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അധ്വാനത്തിന് ഇത് വളരെ കുറഞ്ഞ കൂലിയാണെന്ന്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കുകയും ചെയ്തു. നമ്മൾ വയലിൽ പണിയെടുക്കാൻ പോവാതെ സമരം ചെയ്യണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ അവർ കൂലി കൂട്ടിയേ തീരൂ. ഇത് നടക്കുമെന്ന് അവർക്ക് സംശയം ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നടക്കുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ചൊരു ജാഥയായിട്ട് പോകണമെന്ന് തീരുമാനിച്ചു. പക്ഷെ ഞങ്ങൾക്കപ്പോൾ കറണ്ടില്ല. അപ്പോൾ ഞങ്ങളൊരു പെട്രോമാക്സ് ഉപയോഗിച്ചു. ആ ഗ്യാസ് ലൈറ്റ് ഒരു തൊഴിലാളി അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു. ഞാൻ അവരെ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ചു. ബാക്കിയുള്ളവരെല്ലാവരും എന്നെ അനുഗമിച്ചു. പിന്നെ ഞങ്ങളുടെ മുദ്രാവാക്യം 2.5 പൈസയല്ല 5 പൈസ വേണമെന്നായിരുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ പണി മുടക്കുമെന്നും പറഞ്ഞു. പക്ഷെ ആ ജാഥ നടന്ന് എന്റെ വീടിന് മുന്നിലെത്തിയപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് എന്റെ മാമൻ ലാത്തി എടുത്തുകൊണ്ട് പുറത്തു വന്നു. എന്നിട്ട് ആ 5 പൈസ ഞാൻ നിനക്ക് തരാമെന്നും പറഞ്ഞ് എന്നെ അവരടിച്ചു. അദ്ദേഹം ലാത്തി എടുത്തത് കണ്ട ഉടനെ ബാക്കിയുള്ളവരൊക്കെ ചെതറി ഓടി. ഞാൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ പെട്ടത്. അദ്ദേഹം എന്നെ അന്ന് ശരിക്കും പൊതിരെ തല്ലി എന്ന് തന്നെ ഞാൻ പറയും. ഞങ്ങൾ താങ്കളെ ശ്രദ്ധിക്കാറുണ്ട്. മതത്തിനോടുള്ള താങ്കളുടെ ഭക്തിക്ക് ഒരു കുറവുമില്ല. താങ്കൾ അമ്പലങ്ങളിൽ പോകാറുണ്ട്, ഭജനകളിൽ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ വളരെ പുരാതനമായൊരു സംസ്കാരമുള്ള നാടാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ സംസ്കാരം, നമ്മുടെ ആചാരങ്ങൾ, ഇതെല്ലാം തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പാരമ്പര്യം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു കാണിക്കണം. ഭയഭക്തിയോടെ കഴിയുന്നത് അത് എൻ്റെ സ്വഭാവത്തിന്റെ ഒരു സവിശേഷതയാണ്. ഇതെന്റെ സംസ്കാരത്തിലുള്ളതാണ്. എനിക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നുവോ അപ്പോഴൊക്കെ ഞാൻ ക്ഷേത്രത്തിൽ പോകും. താങ്കൾ അമ്പലങ്ങളിൽ പോയി ഭജനയൊക്കെ പാടി ദൈവത്തിനോട് എങ്ങനെ ഐക്യമാവുന്നതിനെ കുറിച്ചുള്ള ചില വീഡിയോ എൻ്റെ പക്കലുണ്ട്. അത് ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ രാഷ്ട്രീയ വിമർശകനായ കമൽനാഥ് ഇതൊക്കെ കാണുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ശിവരാജ് നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ശിവരാജ് സൽമാൻ താങ്കൾക്ക് പേര് വെക്കണമെന്നാണ് പറയുന്നത്. പിന്നെ സിനിമയിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ താങ്കൾക്ക് നല്ല പേര് കിട്ടുമെന്നും അദ്ദേഹം പറയുന്നു. രജത് സർ, ഇതിനുള്ള മറുപടി ഞാനല്ല, അത് ജനങ്ങൾ തന്നെ കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹം ഇങ്ങനെയൊരു വാക്ക് പറഞ്ഞപ്പോൾ ചിലരൊക്കെ എനിക്ക് ചില ഫോട്ടോഗ്രാഫ്സ് വരെ അയച്ചു. ആ ഫോട്ടോഗ്രാഫ്സൊക്കെ ഞാൻ ഒരു തവണ നിങ്ങൾക്കും ഈ ജനങ്ങൾക്കും കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നല്ല,
അതുപോലത്തെ ഒരുപാട് ഫോട്ടോകളുണ്ട്. ഞാൻ എന്താ ആഗ്രഹിക്കുന്നതെന്നാൽ ജനങ്ങൾ എന്താണ് ഇതിന് മറുപടി നൽകിയതെന്ന് എല്ലാവരും കാണണം. ഇത് സൽമാൻ ഖാന്റെ കൂടെ അദ്ദേഹം എടുത്ത ഫോട്ടോയല്ലേ? ഇത് ജാക്ലിൻ ഫെർണാണ്ടസ്. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കിക്കേ, ശിവരാജ് സൽമാന്റെ കൂടെ നിൽക്കുന്നുവെന്ന്. ഇത് കരീന കപൂറിനൊപ്പം. ഇത് ദിയ മിർസ. ഇവരെയൊക്കെ താങ്കൾക്കറിയാമോ? എനിക്ക് അവരുമായിട്ടൊന്നും അടുത്ത പരിചയമില്ല. ശ്രീ കമൽനാഥിനെ ഇവരെയൊക്കെ അറിയാവുന്നത്ര എനിക്കറിയില്ല. നിങ്ങൾ നോക്കൂ, ഫോട്ടോ അവരുടേതാണ്, കൂടെയുള്ളവരെ അറിയുന്നത് അവർക്കാണ്, കൂടെ ഉള്ളതും അവരാണ്. എന്നിട്ട് എന്നോട് പോയിട്ട് ബോളിവുഡിൽ പോയിട്ട് ആക്ടിങ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ ന്യായമാണോ? ഹൈഫ അവരാണ് നടത്തിയത്, അതിന് കോടിക്കണക്കിന് രൂപ അവർ മുടക്കിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയുകയാണ് ബോളിവുഡിൽ പോവാൻ. ഇതിന് ജനങ്ങളുടെ മറുപടി നിങ്ങൾ കണ്ടതാണല്ലോ. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ശിവരാജ് സിംഗിനെ എനിക്ക് കളിയിലും തോൽപ്പിക്കാൻ പറ്റില്ല, പാട്ട് പാടുന്നതിലും തോൽപ്പിക്കാൻ സാധിക്കില്ല, കലകളിൽ ജയിക്കാൻ പറ്റിയില്ലെങ്കിലും ഇലക്ഷനിൽ തീർച്ചയായും ഞാൻ ജയിക്കുമെന്ന്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. പക്ഷേ എന്നും ജനങ്ങൾക്കിടയിൽ തന്നെ പ്രവർത്തിക്കുന്നത് എൻ്റെ ഒരു സ്വഭാവ സവിശേഷതയാണ്. അതെന്നും ഉണ്ടാവും. ഞങ്ങൾ ആഫ്റ്റർ ഓൾ ജനാധിപത്യത്തിൽ ജനങ്ങളെ സേവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, മധ്യപ്രദേശ് എനിക്കൊരു ക്ഷേത്രം പോലെയാണ്. അവിടെയുള്ള ജനങ്ങളെല്ലാവരും എനിക്ക് ദൈവങ്ങളാണ്. ആ ദൈവങ്ങളുടെ പൂജാരിയാണ് ഈ ശിവരാജ് സിംഗ് ചൗഹാൻ. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള ഒരവസരം പോലും ഞാൻ പാഴാക്കാറില്ല. എന്ത് പ്രോഗ്രാം ഉണ്ടായാലും, അത് മതപരിപാടിയായാലും ശരി, ഉത്സവങ്ങളായാലും ശരി, അതെന്തായാലും ശരി, ഞാൻ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും. അവരുടെ കൂടെ ചേർന്ന് പാടും, അവരുടെ കൂടെ ചേർന്ന് ആടും. അവരെ ഞാൻ എന്നും ചേർത്ത് നിർത്തും. പക്ഷേ ഏതു ഭജനയാണോ താങ്കൾ ചെയ്യുന്നത്, ഏത് ദൈവത്തിനെയാണോ പൂജിക്കുന്നത്, അതിനെക്കുറിച്ച് കോൺഗ്രസ് പറയുന്നത് ഇതാണ്: താങ്കളുടെ ഉന്നമനത്തിന് വേണ്ടി മതത്തിനെ കൂട്ടുപിടിക്കുന്നു എന്ന്. ഹിന്ദുയിസം പറഞ്ഞ് താങ്കൾ വോട്ട് ശേഖരിക്കുന്നു എന്നും. നിങ്ങൾ നോക്കൂ, ഹിന്ദുയിസം എന്നാൽ എന്താണെന്നുള്ളത് എൻ്റെ എതിരാളികൾക്കെല്ലാം അറിയാം. ഏകം സത് വിപ്ര ബഹുദാ വദന്തി, ഇതാണ് ഹിന്ദുയിസം. ആത്മവത് സർവഭൂതേഷു, ഇതാണ് ഹിന്ദുയിസം. അയം നിജ പരോവെതി ഗണന ലഘുചേസാം ഉദാരചരിത നാത്തു വസുദൈവ കുടുംബകം, ഈ ലോകം മുഴുവനും ഒരു കുടുംബമാണ്. ഇതാണ് ഹിന്ദുയിസത്തിൽ പറയുന്നത്. എല്ലാവരും ഒരുപോലെയാണ് എന്നാണ് ഹിന്ദുയിസത്തിൽ പറയുന്നത്. ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ, ഇതാണ് ഹിന്ദുയിസത്തിൽ പറയുന്നത്. നന്മയും ധർമ്മവും വിജയിക്കണമെന്നും അധർമ്മവും തിന്മയും ഇല്ലാതാവണമെന്നും അത് പറയുന്നുണ്ട്. പിന്നെ എല്ലാ ജീവിവർഗങ്ങളുമായിട്ടും സഹകരണം ഉണ്ടാവണമെന്നും പറയുന്നുണ്ട്. ലോക നന്മ മാത്രമാണ് ഹിന്ദുയിസത്തിന്റെ ലക്ഷ്യം. സർവേ ഭവന്തു സുഖിന, ഇതാണ് ഹിന്ദുയിസത്തിൽ പറയുന്നത്. സർവേ സന്തു നിരാമായ, ഇതാണ് ഹിന്ദുയിസത്തിൽ പറയുന്നത്. സർവേ ഭദ്രാണി പശ്യന്തു, ഇതാണ് ഹിന്ദുയിസത്തിൽ പറയുന്നത്. മാ കഷ്ടദുഃഖ ഭാഗ് ഭവന്തു, ഇതാണ് ഹിന്ദുയിസത്തിൽ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്ന ഹിന്ദുയിസത്തെ ഓർത്ത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പക്ഷേ ഇപ്പോഴൊക്കെ താങ്കൾക്ക് ഇങ്ങനെ തോന്നുന്നില്ലേ, മധ്യപ്രദേശിൽ കോൺഗ്രസ് പാർട്ടി ഹിന്ദുയിസത്തിനുള്ളിലേക്ക് നുഴയാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം? ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കോൺഗ്രസിന്റെ എത്ര ഓഫീസുകളുണ്ടോ അവിടെയെല്ലാം കമൽനാഥ് ഹനുമാൻ ചാലീസ പാടിയെന്നുള്ളത്. ഞങ്ങൾക്ക്, അതായത് ഭാരതീയ ജനതാ പാർട്ടിക്ക്, ഇത് ഹിന്ദുയിസമോ അല്ലെങ്കിൽ മതപരമായൊരു തെരഞ്ഞെടുപ്പോ അങ്ങനെയൊന്നും തന്നെ അല്ല. ഇതൊരു വിശ്വാസ സംബന്ധമായ, ഭക്തി സംബന്ധമായ കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് എങ്ങനെയായിരുന്നു? മുന്നെയൊക്കെ ഹിന്ദു എന്ന പേര് കേട്ടാൽ തന്നെ അവർ ദേഷ്യപ്പെടുമായിരുന്നു. ഹിന്ദു എന്ന് പറഞ്ഞാൽ സംഘി എന്ന് മുദ്ര കുത്തുമായിരുന്നു, പഴഞ്ചനെന്ന് പറയുമായിരുന്നു. ചിലരൊക്കെ രാമനെ ഒരു ഭാവന കഥാപാത്രമായിട്ട് പറയുമായിരുന്നു. പിന്നെ ജനങ്ങളിൽ ചിലരൊക്കെ പറയുമായിരുന്നു ഹോസ്പിറ്റൽ കെട്ടു, ടോയ്ലറ്റ് കെട്ടു എന്നൊക്കെ. പക്ഷേ ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവർകളെ ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. ഇന്ത്യയുടെ പാരമ്പര്യം, ചരിത്രം, സംസ്കാരം, പൈതൃകം, രാമൻ, കൃഷ്ണൻ, ശിവൻ, അങ്ങനെയെല്ലാം അദ്ദേഹം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ എതിരാളികൾക്ക് തോന്നുന്നത് അവർ പറയുന്നത് പോലെയൊന്നും ഇലക്ഷനിൽ നടക്കില്ല എന്നാണ്. ഇപ്പോൾ അവർ പോലും തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഹിന്ദുത്വത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. ആരാണോ രാമനെ കെട്ടുകഥയിലെ കഥാപാത്രം എന്ന് പറഞ്ഞത് അവർ തന്നെ ഇപ്പോൾ കുറി തൊട്ട് നടക്കുന്നു. ശ്രീറാം ജയ് റാം ജയ് ജയ് റാം എന്നൊക്കെ പാടി നടക്കുന്നു. പിന്നെ എത്ര പേരാണ് ഹനുമാൻ ചാലിസ പാടി നടക്കുന്നത്? ഹനുമാൻ ചാലിസ പാടിയ സങ്കടങ്ങളൊക്കെ ഇല്ലാതാവുമെന്നാണ് പറയാറ്. ഇപ്പോൾ അവരെല്ലാം തന്നെ വലിയ ഹനുമാൻ ഭക്തരായിട്ട് മാറിയിരിക്കുകയാണ്. അവരുടെ ഓഫീസിൽ അവർ ഹനുമാനെ ഇപ്പോൾ പൂജിക്കുകയാണ്. ഇതൊരു അത്ഭുതം തന്നെയാണ്. മോദിജി രാജ്യത്തിന്റെ ദിശ വളരെ നിർബന്ധപൂർവ്വം ഈ ഭാഗത്തേക്ക് തിരിച്ചിരിക്കുകയാണെന്ന് പറയാം. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ചിൻവാഡയിൽ ഹനുമാൻജിക്കും ബജ്രംഗബലിക്കും 110 അടിയിൽ ശില്പം ഉണ്ടാക്കിയിരിക്കുകയാണെന്ന്. ജാംഷാമിലി അവിടെയുള്ള വളരെ പഴയ പൈതൃകമുള്ളൊരു ക്ഷേത്രമാണ്. പക്ഷെ അവർ പറഞ്ഞത് അത് ഞങ്ങൾ നിർമ്മിച്ച ഒന്നാണെന്നാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു അത് മാത്രമല്ല, ചെങ്കോട്ടയും കുത്തബ് മീനാറും ഒക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. എന്തായാലും നിങ്ങൾ ക്ഷേത്രം ഉണ്ടാക്കിയ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, അത് നല്ല കാര്യം തന്നെയാണ്. അവരങ്ങനെയൊക്കെ പറയുന്നത് തെറ്റില്ല. പക്ഷേ നിങ്ങളൊന്ന് നോക്കിയേ, ഇത് മതമോ വിശ്വാസമോ ഒന്നും തന്നെയല്ല. നിങ്ങൾ വെറുതെ പുറത്ത് കാണിക്കാൻ വേണ്ടി മാത്രം ഇതൊരു പ്രഹസനമാക്കി ചെയ്യുകയാണ്. ഇത് സുന്ദരകാണ്ഡമോ ചാലിസയോ ഒന്നുമല്ല. ഇത് വെറും ഷോ ആണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ജയിക്കാൻ പറ്റില്ല എന്ന് അവർ വിചാരിക്കുന്നത്. ഇപ്പോഴൊക്കെ സന്യാസിമാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നവർ കഥകൾ പറയിപ്പിക്കുന്നു. അത് ഞാൻ കേട്ടിരുന്നു. ബാബാ ബാഗേശ്വർ, ധീരേന്ദ്ര ശാസ്ത്രി അവരുടെ കഥ ചിന്മാടയിൽ പറഞ്ഞു എന്ന്. ആദ്യം അവരുടെ പാർട്ടിയും അവരുടെ പാർട്ടി അനുഭാവികളും ആരെയാണോ വ്യാജന്മാരെന്ന് വിളിച്ചിരുന്നത്, പിന്നെ വേറെ പല പേരുകളിലും വിളിച്ചിരുന്നത്, ഇപ്പോൾ അതൊന്നും വർക്കാവില്ലെന്ന് മനസ്സിലായതോടെ തിരിച്ചെടുത്തു. അത്രയേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ബജരംഗബലിയുടെ അനുഗ്രഹം എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്? ആരാണോ ബജരംഗബലി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് അവർക്ക് അനുഗ്രഹം കിട്ടും. പക്ഷേ താങ്കളും കൃത്യമായ ഉത്തരം തന്നെ നൽകിയിരിക്കുന്നു. അതായത് ചിൻവാഡയിൽ ഹനുമാന്റെ ശില നിർമ്മിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്നതിൽ തെറ്റായിട്ട് എന്താണുള്ളത്? ഞങ്ങൾ ചിൻവാഡയിൽ മാത്രമല്ല, അതും ഇന്ന് മാത്രമല്ല. ഞങ്ങൾ സിയാസ് ഉജ്ജയിനിൽ ക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങൾ കൂടെ ഉണ്ടാക്കിയിരുന്നു. ഒന്നല്ല, ഒരുപാടെണ്ണം ഉണ്ടാക്കി. കാരണം അതൊക്കെ നമ്മുടെ സംഗമ കേന്ദ്രങ്ങളാണ്. ഞങ്ങൾ ഉജ്ജയിനിൽ മഹാകാൽ ലോക് ഞങ്ങൾ നിർമ്മിച്ചു. ഞങ്ങൾ ഓർച്ചയിൽ രാംരാജ് ലോക് നിർമ്മിക്കുകയാണ്. ഞങ്ങൾ ജാംഷാമിലിൽ ഹനുമാൻ ലോകം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് ബൻവാസി, രാം ലോക് ഇതൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ രവിദാസ് ജിയുടെ ഒരു വലിയ ക്ഷേത്രം തന്നെ ഞങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അതിന് പ്രധാനമന്ത്രി തന്നെ വന്ന് ശിലാസ്ഥാപനം നടത്തി പോയിരിക്കുകയാണ്. അവിടെ ലോകം നിർമ്മിക്കുന്നുണ്ട്. സംഗൻപൂരിൽ ദേവി ലോകം നിർമ്മിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ലോകുകൾ ഞങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിലൂടെ നമുക്ക് നമ്മുടെ സംസ്കാരത്തെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യം പല ആയിരം വർഷങ്ങൾ പാരമ്പര്യമുള്ള ഒന്നാണ്. നമ്മളുടെ സംസ്കാരം, നമ്മളുടെ ജീവിത രീതികൾ, നമ്മളുടെ പൈതൃകം, ഇതെല്ലാം വരും തലമുറയ്ക്ക് നമ്മൾ പകർന്നു നൽകിയേ മതിയാവൂ. മുതിർന്ന തലമുറ എന്ന നിലയ്ക്ക് അത് നമ്മളുടെ ഡ്യൂട്ടിയാണ്, നമ്മളുടെ കടമയാണ്. ഒരു ഭാഗത്ത് വിശ്വാസം എന്ന കാരണം കൊണ്ട് നമ്മളത് ചെയ്യുന്നു, ഭക്തിക്ക് വേണ്ടി നമ്മളത് ചെയ്യുന്നു. ഇതും നമ്മുടെ ഒരു കടമ തന്നെയാണ്. നമ്മളുടെ എല്ലാം ചിന്തകളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്യുന്നു. ഓംകാർ ഈശ്വരിൽ ഏകാന്ത് ധാം സ്റ്റാച്യു ഓഫ് വൺനെസ് ഞങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അത് തന്നെയാണ് ആദ്യ ശങ്കരാചാര്യരും പറഞ്ഞിരുന്നത്. ശങ്കരാചാര്യർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ ജീവിവർഗങ്ങൾക്കും ഒരേ ഒരു വികാരം മാത്രമാണുള്ളതെന്ന്. വികാരമില്ലെങ്കിൽ പിന്നെ അവിടെ ജീവനുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ രാമനിൽ അർപ്പിക്കണം. രാമൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നു. ആരിലും ഒരു വിവേചനവും കാണുന്നില്ല. ആരും വലിയവനല്ല, ആരും ചെറിയവനല്ല, ആരിലും ഒരു ഏറ്റക്കുറച്ചിലുകളുമില്ല. പിന്നെ ഞാനൊരു കാര്യം സമ്മതിക്കുന്നു, ആദിഗുരു ശ്രീ ശങ്കരാചാര്യരുടെ ഈ ചിന്ത, അതായത് ഒരേ ജീവൻ തന്നെയാണ് എല്ലാവരുടെയും ഉള്ളിലുള്ളത്, ഈ ചിന്ത എല്ലാ വിവേചനങ്ങളെയും എല്ലാ വിഭാഗീയതകളെയും ഇല്ലാതാക്കും. പിന്നെ ഭൗതികവാദത്തിൽ ഊന്നി നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാശ്വതമായി നിലനിൽക്കുന്ന സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് സ്റ്റാച്യു ഓഫ് വൺനെസ് ഞങ്ങൾ നിർമ്മിക്കുന്നത്, ലോകത്ത് ശാന്തിയും സമാധാനവും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ ഉജ്ജയിനിൽ മഹാകാൽ മഹാലോകം നിർമ്മിച്ചിട്ടുണ്ട്. വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും കാര്യത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സാമ്പത്തികപരമായിട്ടും നല്ല ഉന്നമനം ഉണ്ടായിട്ടുണ്ട്. ഉജ്ജയിനിൽ മാത്രം ശ്രാവണ മാസത്തിൽ ഏകദേശം 2 കോടിയുടെ അടുത്ത് ജനങ്ങൾ മഹാകാൽ മഹാരാജാവിനെ ദർശനം ചെയ്യാൻ വന്നിരിക്കുന്നു. 2 കോടി ജനങ്ങൾ. ഉജ്ജയിൻ ഒരുപാട് മാറി. 100 കണക്കിന് ഹോം സ്റ്റേകൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഒരുപാട് റിക്ഷകൾ ഓടുന്നുണ്ട്, ഒരുപാട് ടാക്സികൾ ഓടുന്നുണ്ട്. ഹോട്ടലുകാർക്ക് അവരുടെ വ്യാപാരവും നടക്കുന്നുണ്ട്. ചിലരൊക്കെ പൂമാലകൾ വിൽക്കുന്നുണ്ട്, ചിലരൊക്കെ പ്രസാദങ്ങൾ വിൽക്കുന്നുണ്ട്. ഉജ്ജയിനിന് മാത്രമായിട്ട് ഈ കഴിഞ്ഞ 10 മാസത്തിൽ 100 കോടി രൂപ വരുമാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ വരുന്ന ജനക്കൂട്ടം സത്യം പറഞ്ഞാൽ ഉജ്ജയിനിന്റെ ദിശ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. സാമ്പത്തികപരമായിട്ട് നോക്കിയാൽ ഞങ്ങൾ മഹാകാൽ മഹാലോകിന്റെ അടുത്ത് ഒരുപാട് കടകൾ നിർമ്മിച്ചു. ആ കടകളൊക്കെ തന്നെ ഞങ്ങൾ ലേലത്തിന് വെച്ചപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ കേട്ടാൽ ആശ്ചര്യം തോന്നും. ഏകദേശം 2.5 കോടിയോളം രൂപ ഒരു കടയുടെ ഓപ്ഷനിൽ നിന്ന് മാത്രം. പിന്നെ 100 വർക്ക് ഫൂട്ട് കടകൾ. സാധാരണ മറൈൻ ഡ്രൈവിലാണ് കടകൾക്ക് ഇത്രയും ലേലത്തുക കിട്ടാറ്. മഹാകാൽ മഹാലോക് നിർമ്മിക്കപ്പെട്ടു. വിശ്വാസത്തോടെയും ഭക്തിയോടെയും ജനങ്ങൾ അവിടെ വരുന്നു. അത് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഉപജീവന മാർഗമായിട്ട് മാറുന്നു. സാമ്പത്തികമായിട്ട് അവർ വളരുന്നു. ഇപ്പോൾ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും കൂടെ ബാക്കി ലോകുകളും ഞങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മീയമായ മുന്നേറ്റവും ഉണ്ടാക്കും, സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റവും ഉണ്ടാക്കും. ശിവരാജ് സാർ, താങ്കൾ ഹനുമാൻ ലോകം ഉണ്ടാക്കിയിരിക്കുകയാണ്, അതുപോലെ മഹാലോകം ഉണ്ടാക്കിയിരിക്കുകയാണ്, അതുപോലെ രാം ലോകം ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷെ ശത്രുക്കൾക്ക് ഇതൊരു നരകമായിട്ട് മാറിയിരിക്കും. അവരൊക്കെ കാണട്ടെ, പിന്നെ അവരും അവിടെയൊക്കെ പോയിട്ട് കുറച്ച് ശാന്തി അനുഭവിക്കട്ടെ. പക്ഷേ ഇക്കാര്യം സത്യമാണോ? അതായത് കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ ഈ പ്രാവശ്യം വളരെ ഭയത്തോടും ഭക്തിയോടും കൂടി ഇലക്ഷനെ നേരിട്ടെന്നുള്ളത്?
പ്രിയങ്ക ഗാന്ധിയും നർമ്മദാ മാതാവിനെ പൂജ ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നു. നർമ്മദാ മാതാവിന് പൂജ ചെയ്യുന്നുണ്ട്, ക്ഷിപ്ര മാതാവിൻ്റെ അടുത്തും പൂജയ്ക്ക് ചെല്ലുന്നുണ്ട്. ഇതൊക്കെ എനിക്കിപ്പോൾ കാണുമ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നുന്നുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ വെറും തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ളതാണ്, ഭക്തിയുടെ പേരിലൊന്നുമല്ല. അതായത് ഇത് വിശ്വാസത്തിൻ്റെ പേരിലുള്ള ഒന്നല്ല, ഭക്തിയുടെ പേരിലുള്ള ഒന്നുമല്ല. പിന്നെ പൊതുവെ ജനങ്ങൾ ഇതിനെ പറയാറ് പ്രഹസനം എന്നൊക്കെയാണ്. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? സർ, ഞാൻ താങ്കളുടെ പുതിയതായിട്ടൊരു പാട്ട് വീഡിയോ കണ്ടു. അതിൽ താങ്കൾ നന്നായി പാടിയിട്ടുണ്ട്. ഒരേ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് വേണ്ടി ആ പാട്ടൊന്ന് പാടാൻ ശ്രമിക്കാവോ? ഒരു കാര്യം സത്യമാണ്, ഞാൻ ചിലപ്പോഴൊക്കെ പാടാറുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന അത്ര നല്ല പാട്ടുകാരനൊന്നുമല്ല, കാരണം സംസാരിച്ച് തന്നെ എൻ്റെ തൊണ്ട മോശമായിരിക്കുകയാണ്. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഞാൻ പാടാറുണ്ട്, അവരും അത് സ്നേഹത്തോടെ കേട്ടിരിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ പാടണോ? ഇത് പബ്ലിക് ഡിമാൻഡാണ്, തീർച്ചയായിട്ടും താങ്കൾ പാടണം. नदिया चले चले रे धारा, चंदा चले चले रे तारा, तुझको चलना होगा, तुझको चलना होगा, तुझको चलना होगा, तुझको चलना होगा. जीवन कहीं भी ठहरता नहीं है, जीवन कहीं भी ठहरता नहीं है, आंधी से तूफान से डरता नहीं है, तू न चलेगा तो चल देंगी राहें, तू न चलेगा तो चल देंगी राहें, मंजिल को तरसेंगी तेरी निगाहें, तुझको चलना होगा, तुझको चलना होगा. നന്ദി ശിവരാജ് സാർ. ഇത് ഇലക്ഷന്റെ സമയമാണ്, താങ്കൾക്ക് പോകാനുള്ള സമയമായി. ജനങ്ങളും എൻ്റെ കൂടെ തന്നെ വരും.